നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന കാരണത്താൽ പ്രതിയായ ബോബി ചെമ്മണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി. ബോബിയുടെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ന് വൈകിട്ട് 3:30 ഹൈക്കോടതി ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങും. ഇതിനു പിന്നാലെ ബോബി ജയിൽ മോചിതനുമാകും. ബോബിയുടെ ജാമ്യ ഹർജി സർക്കാർ കോടതിയിൽ എതിർത്തു. ബോബി ചെമ്മണൂരിനെ എന്തിന് കസ്റ്റഡിയിൽ വിടണമെന്ന ചോദ്യത്തിന് പ്രതി നടിയെ തുടർച്ചയായി അപമാനിച്ചെന്നും നിരന്തരം അശ്ലീല പരാമർശം നടത്തിയെന്നുമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. ഈ സംഭവം സമൂഹത്തിന് ഒരു സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞെന്നായിരുന്നു കോടതിയുടെ മറുപടി. ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയാണ് ഹാജരായത്. കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചു. എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നായിരുന്നു ദൃശ്യങ്ങൾ കണ്ട ശേഷം കോടതിയുടെ ചോദ്യം. അതിനിടെ ആ സമയത്ത് നടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിഭാഗം പറഞ്ഞു. എന്നാൽ നടിയുടെ മാന്യത കൊണ്ടാണ് അവർ ചടങ്ങിൽ വച്ച് പ്രതികരിക്കാതിരുന്നതെന്ന് കോടതിയും പറഞ്ഞു. നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ബോബിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. തുടർന്നാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണൂർ നിലവിൽ കാക്കനാട് ജയിലിലാണ് റിമാൻഡിൽ കഴിയുന്നത്. റിമാൻഡിലായി 6-ാം ദിവസമാണ് ഹൈക്കോടതി ബോച്ചയ്ക്ക് ജാമ്യം അനുവദിക്കാമെന്ന് വ്യക്തമാക്കിയത്. ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങുന്നതോടെ ഇന്ന് തന്നെ ബോബി ചെമ്മണൂർ ജയിൽ മോചിതനായേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.